Find the number of distinct minimum spanning trees for the weighted graph below. This is the given graph. ഇവിടെ എഡ്ജ് വെയ്റ്റ്സ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. സോ ഇതിന് കറസ്പോണ്ടിങ് എത്ര മിനിമം സ്പാനിങ് ട്രീസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. ഹിയർ ഐ ആം യൂസിങ് ക്രിസ്കൽസ് അൽഗോരിതം ടു കൺസ്ട്രക്ട് ദ സ്പാനിങ് ട്രീ. സോ ദിസ് ഈസ് ദ ഗിവൺ ഗ്രാഫ്. ഇതാണ് റിസൾട്ടൻറ്റ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. സോ സ്മോളസ്റ്റ് കോസ്റ്റ് ഉള്ള ഒരു എഡ്ജ് 1 ഉള്ള ഒരു എഡ്ജ് എടുക്കുന്നു, അത് പ്ലേസ് ചെയ്യുന്നു. ടേക്ക് ദ നെക്സ്റ്റ് എഡ്ജ്, അത് 1 കോസ്റ്റ് ഉള്ള എഡ്ജാണ്, അത് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് സ്മോളസ്റ്റ് അത് 1 ആണ്, സോ അതും പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് എഡ്ജ് അതും 1 കോസ്റ്റ് ഉള്ള എഡ്ജാണ്, പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് എഡ്ജ് ഈ പെർട്ടിക്കുലർ എഡ്ജാണ്, അതും പ്ലേസ് ചെയ്തു. അറ്റ് പ്രസൻറ്റ് 1 വെയിറ്റ് ഉള്ള കംപ്ലീറ്റ് എഡ്ജസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്ത എഡ്ജ് 2 വെയിറ്റ് ഉള്ള ഈ പെർട്ടിക്കുലർ എഡ്ജാണ്, സോ അത് നമുക്ക് പ്ലേസ് ചെയ്യാം, പ്ലേസ് ചെയ്തു. അറ്റ് പ്രസൻറ്റ് 3 സെറ്റ് ഉണ്ട്. ഈ 5 നോട്ട്സ് ബിലോങ് ചെയ്യുന്ന ഒരു സെറ്റ്, ഈ 2 നോട്ട്സ് ഉള്ള ഒരു സെറ്റ് ആൻഡ് ദീസ് 2 നോട്ട്സ് ഉള്ള നെക്സ്റ്റ് സെറ്റ്, അങ്ങനെ 3 സെറ്റ് ഉണ്ട്. ഈ സെറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യണം. സോ അതിൽ ഈ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും 3 വേസിൽ കണക്ട് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ ലിങ്ക് അല്ലെങ്കിൽ ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ലിങ്ക്, ഏതെങ്കിലും ഒരു ലിങ്ക് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് സെറ്റും ഈ പെർട്ടിക്കുലർ സെറ്റും തമ്മിൽ 2 വേസിൽ, ഈ ഇവിടെ 2 വെയിറ്റ് ഉള്ള 2 എഡ്ജസ് ഉണ്ട്, ഏതെങ്കിലും എഡ്ജസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. സോ ദെൻ എത്ര കോമ്പിനേഷൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ അപ്പർ എഡ്ജ് ഇവിടുത്തെ അപ്പർ, ഓർ അപ്പർ ഇവിടുത്തെ ലോവർ. നെക്സ്റ്റ് മിഡിൽ എഡ്ജ് ഇവിടുത്തെ അപ്പർ എഡ്ജ്. നെക്സ്റ്റ് മിഡിൽ ലോവർ. നെക്സ്റ്റ് ലോവർ അപ്പർ. നെക്സ്റ്റ് ലോവർ ലോവർ. ഇങ്ങനെ 6 വേസിൽ നമുക്ക് കണക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പാനിങ് ട്രീ, അപ്പർ എഡ്ജും ഇവിടുത്തെ അപ്പറും. സെക്കൻഡ് സ്പാനിങ് ട്രീ അപ്പറും ലോവറും. തേർഡ് സ്പാനിങ് ട്രീ മിഡിലും അപ്പറും. ഫോർത്ത് വൺ മിഡിൽ ലോവർ. ഫിഫ്ത്ത് വൺ ലോവർ അപ്പർ. സിക്സ്ത് വൺ ലോവർ ലോവർ. ഏത് കേസിലായാലും ദ സ്പാനിങ് ട്രീ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 11. ടോട്ടൽ 6 മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. കൺസിഡർ എ വെയ്റ്റഡ് കംപ്ലീറ്റ് ഗ്രാഫ് G on the vertex set V1 to Vn such that the weight of the edge Vi Vj is 2 into mod I minus 1. Find the weight of a minimum spanning tree of G. ഒരു വെയ്റ്റഡ് കംപ്ലീറ്റ് ഗ്രാഫ് തന്നിട്ടുണ്ടാവും, n വേർട്ടെക്സ് ഉള്ളത്. എഡ്ജ് കോസ്റ്റ് എന്ന് പറയുന്നത് I to Jയിലേക്കുള്ള എഡ്ജ് കോസ്റ്റ് ഈസ് 2 into absolute value of I minus J. ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീയുടെ കോസ്റ്റ് എത്രയായിരിക്കും, അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. 3 നോട്ട്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുക. കംപ്ലീറ്റ് ഗ്രാഫ് മീൻസ് ഈച്ച് ആൻഡ് എവരി വേർട്ടെക്സിന് ഇൻ ബിറ്റ്വീൻ എഡ്ജസ് ഉണ്ടാകും. ദെൻ ആ എഡ്ജ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 to 2 ആണെങ്കിൽ ഡിഫറൻസ് എടുക്കുക 1. ദാറ്റ് വാല്യൂ ഇൻറ്റു 2. 2 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. 1 to 3 ഡിഫറൻസ് 2. 2 into 2 4 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. 2 to 3 ഡിഫറൻസ് 1. ദാറ്റ് വാല്യൂ ഇൻറ്റു 2. 2 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. ഇതിന് കറസ്പോണ്ടിങ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 4. ദെൻ 4 നോട്ട്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുക. 1 2 3 4 ആണ് വേർട്ടെക്സ്. ദെൻ എഡ്ജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈച്ച് ആൻഡ് എവരി പെയർ ഓഫ് വേർട്ടെക്സിന് ഇൻ ബിറ്റ്വീൻ എഡ്ജസ് ഉണ്ട്. 1 to 2 ദ ഡിഫറൻസ് ഈസ് 1. ദാറ്റ് വാല്യൂ ഇൻറ്റു 2. 2 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. 1 to 3 ഡിഫറൻസ് 2. 2 into 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. 1 to 4 ഡിഫറൻസ് 3. 3 into 2
ഈക്വൽ ടു 6 ആയിരിക്കും എഡ്ജ് കോസ്റ്റ്. സിമിലർലി എല്ലാ നോഡ്സിനും ഇൻ ബിറ്റ്വീൻ എഡ്ജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. Then find the minimum cost spanning tree using any algorithm, Primsol, Kruskal. So ഇതാണ് minimum cost spanning tree. Here cost is equal to 6. Then next 5 vertex ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുന്നു. ഇവിടെയും എല്ലാ നോഡ്സിനും ഇൻ ബിറ്റ്വീൻ എഡ്ജസ് ഉണ്ട്. എഡ്ജ് കോസ്റ്റ് പ്രീവിയസ് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്ത് കോസ്റ്റ് അസൈൻ ചെയ്യുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ആണിത്. സോ ഇവിടെ കോസ്റ്റ് വന്നിരിക്കുന്നത് 8. ഇനി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്പർ ഓഫ് നോഡ്സ് 3 ആവുമ്പോൾ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് നോഡ്സ് 4 ഉള്ള കേസിൽ സ്പാനിങ് ട്രീ കോസ്റ്റ് 6. നമ്പർ ഓഫ് നോഡ്സ് 5 ആണെങ്കിൽ spanning tree cost 8. We can summarize this. If the number of nodes equal to n ആണെങ്കിൽ ഇതിനെ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 2 into n minus 2. So given conditionൽ n nodes ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് ഇക്വലന്റ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീയുടെ കോസ്റ്റ് is equal to 2 into n minus 2. Next question, an undirected graph G equal to v comma e contains n nodes. Here n is greater than 2. Named v1 to vn. Two vertices vi, vj are connected if and only if 0 less than absolute value of I minus j less than or equal to 2. Each edge vi, vj is assigned a weight I plus j. What will be the cost of the minimum spanning tree as a function of n of such a graph with n nodes? ഒരു ഗ്രാഫ് G തന്നിട്ടുണ്ട്. ജിയിൽ മോർ ദാൻ 2 വേർട്ടെക്സ് ഉണ്ടാവും. വേർട്ടെക്സ് നമ്പർ v1 to vn. vi to vj ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ I മൈനസ് ജെയുടെ ഡിഫറൻസ് അബ്സല്യൂട്ട് വാല്യൂ either 1 അല്ലെങ്കിൽ 2 ആയിരിക്കണം. vi to vj എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റ് ഈസ് I പ്ലസ് ജെ. ഇങ്ങനെയുള്ള ഒരു ട്രീയിൽ എന്തായിരിക്കും മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീയുടെ വെയിറ്റ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനു വേണ്ടി കുറച്ച് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് എടുക്കുക. 3 നോഡുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യുക. എഡ്ജസ് പ്ലേസ് ചെയ്യുന്നത് നോഡിൻ്റെ ഡിഫറൻസ് 1ഓ 2ഓ ആകുമ്പോഴാണ്. സോ 1 to 2 ഡിഫറൻസ് 1 ആണ്, എഡ്ജ് പ്ലേസ് ചെയ്യാം. 1 to 3 ഡിഫറൻസ് 2 ആണ്, എഡ്ജ് പ്ലേസ് ചെയ്യാം. 2 to 3 ഡിഫറൻസ് 2 ആണ്, എഡ്ജ് പ്ലേസ് ചെയ്യാം. ദെൻ എഡ്ജ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 to 2 ആണെങ്കിൽ 1 plus 2 equal to 3 ആണ് കോസ്റ്റ്. 1 to 3 എഡ്ജിൻ്റെ കോസ്റ്റ് 1 plus 3 equal to 4 ആണ്. 2 to 3 എഡ്ജ് കോസ്റ്റ് 2 plus 3 equal to 5 ആണ്. ഇതിന് കറസ്പോണ്ടിങ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ഇതാണ്. സോ ഇവിടെ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 7. നെക്സ്റ്റ് 4 നോഡ്സ് ഉള്ള ഗ്രാഫ് എടുക്കുക. ഇവിടെ 1 to 2 എഡ്ജ് പ്ലേസ് ചെയ്യാം. റീസൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ദ എഡ്ജ് കോസ്റ്റ് ഈസ് 1 plus 2 which is equal to 3. 1 to 3 എഡ്ജ് പ്ലേസ് ചെയ്യാം. റീസൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2. Then the edge cost is 1 plus 3 which is equal to 4. Next 1 to 4 edge place ചെയ്യുന്നില്ല. Reason the difference is 3. Remaining edges as per rule create ചെയ്യുക. Edge cost assign ചെയ്യുക. ഇതിന് corresponding minimum cost spanning tree ആണിത്. So cost is equal to 13. Then 5 നോഡുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെയും എഡ്ജസ് ആസ് പെർ റൂൾ ക്രിയേറ്റ് ചെയ്യുക, എഡ്ജ് കോസ്റ്റ് അസൈൻ ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ ഇതാണ്. ഹിയർ ദ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 21. ദെൻ സമ്മറൈസ് ചെയ്യുക. നമ്പർ ഓഫ് നോഡ്സ് 3 ആണെങ്കിൽ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീയുടെ കോസ്റ്റ് 7. നമ്പർ ഓഫ് നോഡ്സ് 4 ആണെങ്കിൽ സ്പാനിങ് ട്രീ കോസ്റ്റ് 13. നമ്പർ ഓഫ് നോഡ്സ് 5 ആണെങ്കിൽ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കോസ്റ്റ് 21. ആൻഡ് ഫൈനലി നമ്പർ ഓഫ് നോഡ്സ് ഈക്വൽ ടു n ആണെങ്കിൽ ഇതിനൊരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ n ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1 ആയിരിക്കും മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കോസ്റ്റ്. ഗിവൺ കണ്ടീഷനിൽ n നോഡ്സ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് മിനിമം സ്പാനിങ് ട്രീയുടെ കോസ്റ്റ്
n ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1 ആയിരിക്കും.